ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ വണ്ടി എങ്ങനെയാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് സ്വന്തം എങ്ങനെ ചെയ്യാം, തനിയെ എങ്ങനെ കാർ വാഷ് ചെയ്യാം എന്നതാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ കാറായിട്ട് നമ്മളതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമ്മളിനി തിരിച്ചതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാം. ഒരേ സമയം 2 വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കാർ വാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് പാർക്ക് ചെയ്ത് ഗ്ലാസ്സെല്ലാം കയറിയിടണം. ഉള്ളിലെങ്ങാനും വെള്ളം പോയാൽ തീരുമാനമാവും. അങ്ങനെ പുറത്തിറങ്ങി വന്ന് മിഷൻ്റെ സ്ക്രീനിൽ കാണാം നമുക്ക് ഏതിനകത്താണ് ചൂസ് ചെയ്യാം. 2 പൗണ്ട് തൊട്ട് നമുക്ക് ചൂസ് ചെയ്യാം. 2 പൗണ്ട് 3 പൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പം ഞാനിന്ന് തീരുമാനിച്ചിരിക്കുന്നത് 5 പൗണ്ടിന് ചെയ്യാമെന്നാണ്. പിന്നെ അതിനകത്ത് അവിടെ തന്നെ ഇലക്ട്രിക് വണ്ടികൾ ചാർജ് ചെയ്യാനുള്ള പോയിൻറ്റും കാര്യമൊക്കെയുണ്ട്. 2 വണ്ടി കറക്റ്റായിട്ട് പാർക്ക് ചെയ്ത് അവിടെ ജെറ്റ് വാഷ് സെയിം ടൈമിൽ തന്നെ അത് വാഷ് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. അങ്ങനെ വണ്ടി ഇച്ചിരി മുന്നോട്ടാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ ഇച്ചിരി പുറകോട്ട് എടുത്തിട്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഇച്ചിരി പുറകിലോട്ട് കുറച്ചുകൂടി എന്നാൽ പുറകിലോട്ട് നീക്കിയിട്ടു. മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും ഒക്കെ അവിടെ കഴുകാം. അതിന് കവേർഡാണ്. നമ്മൾ സ്വയമാണ്, അവിടെ ആരുമില്ല, ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല. നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് നമ്മൾ തന്നെ സ്വന്തം കഴുകണം. അതാണ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് കഴുകാൻ പറ്റുള്ളൂ. ആ മെഷീനിൽ ഒരു 4 ബട്ടണൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബട്ടണിലാണ് ഓരോന്നും ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 3 കൊണ്ട് പ്രസ് ചെയ്തു. അത് കഴിഞ്ഞ് മൊബൈൽ കൊണ്ട് പേയ്മെൻറ്റ് ചെയ്തു. കാർഡിൽ പേയ്മെൻറ്റ് ചെയ്തു. കാർഡ് വെച്ചും ചെയ്യാം, മൊബൈലിൽ കാർഡ് പേയ്മെൻറ്റും ചെയ്യാം, കോൺടാക്ട്ലെസ് ചെയ്യാം. അതിന് ശേഷം അവിടെ 3 ഹോസ് ഉണ്ട്. അതിൽ ഒരു ജെറ്റ് വാഷിൻ്റെ മെയിൻ ഹോസ് വലിച്ച് കെട്ടുപടഞ്ഞ് കിടക്കുകയാണ്. എന്നാലും വലിച്ച് നേരെയാക്കി നമ്പർ പ്രസ് 1 പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം നമ്മുടെ വണ്ടിയുടെ ചെളിയൊക്കെ അടിച്ച് കളയുക. ആദ്യം മേളിലൊക്കെ റൂഫിലൊക്കെ അടിച്ച് പൊടിയും മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം ടയറും അവിടെയൊക്കെ ആദ്യം നമ്മളൊന്ന് പ്രഷർ വാഷ് എല്ലാം ചെയ്ത് കൊടുക്കുക. സൈഡ് ഡോറിലും ഗ്ലാസ്സിലൊക്കെ ആദ്യം അതിനകത്തുള്ള ചളി തെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം വേണം കഴുകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ പൊടിയെല്ലാം പറ്റി പിന്നെ അത് പോറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒന്ന് വാഷ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് തീർക്കണം. കാരണം സമയം 3 പൗണ്ട് ഇട്ടാൽ 6 മിനിറ്റാണ് ആകെ കിട്ടുക. അപ്പം നമ്മൾ ആദ്യം ഇട്ടത് 3 പൗണ്ടിനാണ്. നമ്മൾ 3 പൗണ്ടാണ് പേയ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ 6 മിനിറ്റിനുള്ളിൽ നമ്മൾ ആദ്യം ഈ വാഷിങ് തീർക്കണം. എത്രയും പെട്ടെന്ന് തീർക്കുന്നോ അത്രയും പൈസ സേവ് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് അടിച്ച് വണ്ടി മുഴുവനൊന്ന് വാഷ് ചെയ്ത് ഒരു 6 മിനിറ്റിനുള്ളിൽ തീർക്കണം. ടയറെല്ലാം വാഷ് ചെയ്ത് ടയറിൻ്റെ ഉള്ളിലും ഒക്കെ വാഷ് ചെയ്തു. അധികം ചെളിയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. കൂടാതെ നമ്മൾ ഡോറിൻ്റെ സൈഡിലും അതേപോലെ തന്നെ ബ്രഷ് വാഷ് പിടിക്കുകയാണ്. കാരണം അതിൻ്റെ സൈഡിൽ ഇവിടെ ഉപ്പിടുന്നുണ്ട്. റോഡിൽ തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ റോഡിൽ സോൾട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പം ആ ഉപ്പ് ഇതിനകത്തെല്ലാം കയറിയിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഡോറൊക്കെ തുറന്ന് അതിൻ്റെ സൈഡിലൊക്കെ അടിച്ച് വൃത്തിയാക്കുകയാണ്. ലോഞ്ച് വണ്ടി പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ കഴുകണം. രണ്ടാമത്തെ പ്രസ് ചെയ്തതിന് ശേഷം ഫോം വാഷാണ്. ആ ഒരു ബ്രഷ് പോലെ ഇരിക്കുന്നത് അതേപോലത്തെ ഒരു ആ ബ്രഷിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഫോമും ഇറങ്ങി വരും സെയിം ടൈമിൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ സോപ്പ് വാട്ടറോട് കൂടിയിട്ട് തന്നെ നമുക്ക് അത് കറക്റ്റായിട്ട് വാഷ് ചെയ്യാൻ പറ്റും. ആദ്യം റൂഫിലെല്ലാം ക്ലീൻ ചെയ്ത് പെട്ടെന്ന് തന്നെ സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമ്മൾ ഗ്ലാസ്സൊക്കെ പെട്ടെന്ന് കഴുകി പിന്നെ ബോഡിയൊക്കെ പെട്ടെന്ന് കഴുകി തീർക്കണം. അത് ഒരു ലിമിറ്റഡ് ഈ സമയത്തേക്ക് മാത്രമേ ആ ഫോം വാഷ് കണ്ടിന്യൂസ് ആയിട്ട് വരുള്ളൂ. ആ സമയം തീർന്നു കഴിഞ്ഞാൽ അത് നിൽക്കും. നമ്മൾ ആദ്യം ഒരു 3 പൗണ്ടിന് നമ്മളിട്ട് പെട്ടെന്ന് തന്നെ ഫുള്ള് വെള്ളം വെച്ച് കറക്റ്റായിട്ട് കഴുകി അതിന് ശേഷം ഫോം വാഷ് വെച്ച് നമ്മൾ ബോഡിയും അതിൻ്റെ പാർട്ട് മുഴുവനായിട്ട് പിന്നെ വണ്ടിയുടെ ബോഡി പുറം സൈഡ് മുഴുവൻ നമ്മൾ കഴുകി വൃത്തിയാക്കിയാണ്. പെട്ടെന്ന് എല്ലായിടത്തും സോപ്പ് എത്തിച്ച് കറക്റ്റായിട്ട് കഴുകി. അപ്പോൾ തന്നെ നമ്മുടെ 3 കൊണ്ട് തീരും. അപ്പം പെട്ടെന്ന് ഫിനിഷാക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നല്ലതാണ്. ഒരാൾ ഈ ഹോസ് വലിച്ചു തരുവാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. വണ്ടിയുടെ മേത്ത് വീഴാതെ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് വലിച്ചെടുക്കാം. പല ആൾക്കാർക്ക് ഈ പരിപാടി അറിയത്തില്ല. കാരണം ഇത് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം പുറത്ത് കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എക്സ്പെൻസീവാണ്. നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുമെങ്കിൽ
കുറച്ചുകൂടി ചീപ്പായിട്ട് ഈ ചെറിയ പൈസയ്ക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് വെള്ളം അടിച്ചാൽ മതിയെങ്കിൽ ആൾക്കാർക്ക് 2 കൊണ്ടിന് വേണേലും വന്ന് പെട്ടെന്ന് വെള്ളം അടിച്ചിട്ട് ഒരു 4 മിനിറ്റോ ഒക്കെ കിട്ടും. അപ്പം ജസ്റ്റ് വെള്ളം അടിച്ച് പെട്ടെന്ന് പോവാം. ഇതാകുമ്പോൾ നല്ല സോപ്പ് വരും. അപ്പം ഒരു 3 കൊണ്ട് ഒക്കെ ഇടുവാണെങ്കിൽ അത്യാവശ്യം സോപ്പ് വെച്ചിട്ട് തന്നെ കഴുകാം. ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ്. 3 കൊണ്ട് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ തുണി ഉണ്ടെങ്കിൽ നമുക്ക് തുണി വെച്ചിട്ടും കഴുകി വൃത്തിയായതിന് ശേഷം പിന്നെ വേണമെങ്കിൽ 2 പൗണ്ട് ഇട്ടിട്ട് ഫുള്ളായിട്ട് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിങ്ങ് എടുത്താൽ മതി. അപ്പം അങ്ങനെ ചെയ്താൽ മതി. അപ്പം ഞങ്ങളുടെ പൈസ തീർന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ രണ്ടാമത് വീണ്ടും പേയ്മെൻറ്റ് ചെയ്തു. 2 പൗണ്ട് വീണ്ടും പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്ത് അപ്പം തന്നെ പെട്ടെന്ന് സ്റ്റാർട്ടാകും. 4മത്തതും 5മത്തതും ചെറിയ ഒരു ഗ്ലേസിങ് പോലെ ചെറിയൊരു അതിനകത്ത് കെമിക്കലോട് കൂടിയിട്ടാണ് ഇതിനകത്ത് ജെറ്റ് വാഷിന്ന് ഇത് വരുന്നത്, ഈ വെള്ളം വരുന്നത് തന്നെ. അപ്പം 4മത്തേനും 5മത്തേനകത്തൊക്കെ ആ വാഷ് ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മുടെ നല്ലൊരു ഗ്ലേസിങ് പോലത്തെ ഒരു കെമിക്കലും കൂടെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പം വണ്ടി നല്ല ഷൈനി ആയിട്ടിരിക്കും. എപ്പോഴും നല്ലൊരു തിളങ്ങി തന്നെ ഇരിക്കും. അതിനകത്ത് ഈ നമ്മുടെ വണ്ടിയുടെ പുറമേ ഉള്ള ചെളിയും കാര്യങ്ങളെല്ലാം ഈ സോപ്പ് വെച്ച് നമ്മൾ ഫോം വാഷ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പോകും. അപ്പോൾ അതിന് ശേഷം ഗ്ലേസിങ് കിട്ടുന്നതിനുള്ള കെമിക്കലോട് കൂടിയിട്ടാണ് ഈ 4മത്തേലും 5മത്തേലും പ്രസ് ചെയ്യുമ്പോൾ അതാണ് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ വണ്ടിയിൽ മേളിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്യുമ്പം നല്ല ഗ്ലേസിങ്ങോടെ കൂടി ഇരിക്കും. കാരണം ഈ ചേമ്പലയിൽ വെള്ളം വീഴുന്നതുകൊണ്ട് ഇതിങ്ങനെ സ്പ്രെഡായി തന്നെ പോകും. ഒത്തിരി വെള്ളം വണ്ടിയെ പിടിച്ചിരിക്കത്തില്ല. അങ്ങനെ ഡോറിലെല്ലാം അടിച്ച് വണ്ടിയിൽ മുഴുവൻ ഞങ്ങളിത് സ്പ്രേ ചെയ്തു. ഡോറിൻ്റെ സൈഡൊക്കെയാണ് ഇപ്പം ക്ലീൻ ചെയ്യുന്നത്. ഡോറിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെളിയുള്ളത് കൊണ്ട് അടിയിലൊക്കെ ജസ്റ്റ് അവിടെ കൂടെ കഴുകി വൃത്തിയാക്കുക. പെട്ടെന്ന് തന്നെ ഫിനിഷാക്കാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഗ്ലാസ്സൊക്കെ അടിച്ച് ക്ലീനാക്കി. അതിനിപ്പം അടുത്ത ആൾ വെയിറ്റിംഗ് പുറകിലുണ്ട്. അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പം പുറകോട്ട് എടുത്ത് വെക്കാൻ പോവാം. പുറത്തേക്ക് എടുത്ത് വെക്കാം. പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം വേണം ഇതൊന്ന് തുടച്ചൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ആൾ വെയിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളിങ്ങനെ മാറി കൊടുക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പം അറിയാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് പൈസ കുറഞ്ഞ് സെൽഫായിട്ട്, നമ്മുടെ നാട്ടിൽ ഇത് വളരെ കുറവാണ്, സ്വന്തമായിട്ട് ഇങ്ങനെ കഴുകുന്ന സംവിധാനം കുറവാണ്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു. അപ്പോൾ ശരി, ടാറ്റ, ബൈ.